അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശരിക്കും സൈനുവിനെ മനസ്സിൻ്റെ ഉള്ളിൽ ദിവസം തോറും ഭയം കൂടിക്കൊണ്ട് വരികയാണ്. കാര്യം മറ്റൊന്നുമല്ല, അതെ, താൻ കണ്ട സ്വപ്നത്തിൻ്റെ ആ ഒരു പൊരുൾ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പോൾ നീലിയാണെങ്കിൽ നല്ല അച്ചടക്കത്തോടു കൂടി സൈനു കൊടുത്ത സാരിയെല്ലാം എടുത്തുകൊണ്ടാണ് വരാറുള്ളത്. അവളുടെ പാചകത്തിന് വല്ലാത്ത ടേസ്റ്റുമാണ്. എന്നാൽ ഇടയ്ക്കിടെ പോകുമ്പോൾ അവർ അല്പം ഭക്ഷണം കൊണ്ടുപോവാറുണ്ട്. അത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പണിയെല്ലാം മതിയാക്കി പോകുമ്പോൾ സൈനു അവർക്ക് അതിൽ കൊടുക്കുമായിരുന്നു. അത് എടുത്തുകൊണ്ട് എന്നോട് ചോദിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. ആമിനുമ്മയാണ് പലപ്പോഴും അത് അവർക്ക് വിളമ്പി കൊടുക്കാറുള്ളത്. അങ്ങനെ അത് വാഴയിലയിലെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് നീലി മോൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നത്. എന്നാൽ ഈ സമയം അത് നമ്മുടെ സൈനുവിന് മാസം 8 തുടങ്ങിയിരിക്കുന്നു. ബാക്കി 7 ആൺമക്കളും. ഇനിയെങ്കിലും അടുത്തത് പെണ്ണാവിടെ എന്നുള്ള പ്രാർത്ഥനയും എല്ലാം കൂടെയാണ്. എന്നാൽ തൻ്റെ ഭർത്താവ് മൂസഹാജി അവളെ നല്ല രീതിയിൽ സ്നേഹിക്കുമായിരുന്നു. എപ്പോഴും അവളോട് കിന്നാരം പറയും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ഉണരുന്ന ഒരു വലിയ തറവാടായിരുന്നു അത്. ആ നാട്ടിലെ ആളുകൾക്ക് അത് ഒരു വീട് മാത്രമായിരുന്നില്ല, ഒരു ആശ്രയമായിരുന്നു. ആ തറവാടിൻ്റെ ഉടമയായിരുന്ന മൂസഹാജി നൂറുകണക്കിന് ഏക്കർ വയലുകളും പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കച്ചവട സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. പക്ഷേ ആ സമ്പത്തിനേക്കാൾ ആളുകൾ സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കുറിച്ചായിരുന്നു. മൂസഹാജി എന്ന് പറഞ്ഞാൽ ഒരു പൊന്നു മനുഷ്യനാണ്. ആരും അങ്ങനെ തന്നെയായിരുന്നു പറയാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സൈന സൗന്ദര്യവും ശാന്തതയും നിറഞ്ഞ ഒരു സ്ത്രീ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അള്ളാഹു അവർക്ക് 7 ആൺമക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓരോ മകനും വളർന്ന് പഠിച്ച് നല്ല സ്വഭാവത്തോടെ ജീവിക്കുകയായിരുന്നു. എന്നാൽ ആ കുടുംബത്തിൻ്റെ മനസ്സിൽ വർഷങ്ങളായി ചെറിയ ആഗ്രഹം മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഇത്തവണയെങ്കിലും ഒരു പെൺകുഞ്ഞ് എന്നുള്ളത്. ആ ആഗ്രഹം സൈനയുടെ കണ്ണുകളിലും മൂസഹാജിയുടെ പ്രാർത്ഥനകളിലും ഒരുപോലെ ജീവിച്ചിരുന്നു. അന്ന് സൈന 8 മാസം ഗർഭിണിയാണ്. ഗർഭത്തിൻ്റെ ഭാരം കാരണം ഇടയ്ക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊരു വേലയും ചെയ്യേണ്ടി വന്നിരുന്നില്ല. എല്ലാം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, വേലക്കാരികൾ. അങ്ങനെ സൈന, എഴുന്നേൽക്കണ്ട, ഞാൻ വെള്ളം കൊണ്ടുവന്ന് തരാം, മൂസഹാജി സ്നേഹത്തോടെ അവളോട് പറയുന്നു. മൂസഹാജി തന്നെയായിരുന്നു മരുന്ന് വെള്ളമൊക്കെ എടുത്തു കൊടുത്തിരുന്നത്. ഇന്നാ മോളെ, ഇത് കഴിച്ചോ. സമയത്തിന് കയ്യിലെ ഭക്ഷണവും മരുന്നും എല്ലാം അദ്ദേഹം എത്തിച്ചു കൊടുക്കും. അതെ, നീര് വരാതിരിക്കാൻ വേണ്ടി പൂവാങ്കുറിഞ്ഞിയുടെ കഷായം വെച്ച് അവൾക്ക് വേലക്കാരികൾ കൊടുക്കുമായിരുന്നു. അതെല്ലാം മൂസഹാജിയുടെ കൈകൾ കൊണ്ട് തന്നെയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ഭക്ഷണം പോലും പല ദിവസങ്ങളിലും സ്വന്തം കൈകൊണ്ട് വായിൽ വെച്ച് കൊടുത്തിരുന്നു. നിനക്ക് ക്ഷീണമുണ്ടായിരുന്നു പെണ്ണേ, നമ്മുടെ കുഞ്ഞ് ആരോഗ്യമുള്ളവളായി വളരണം, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറയും. വീട്ടിൽ വേലക്കാരികൾ ഉണ്ടായിരുന്നെങ്കിലും സൈനയുടെ കാര്യങ്ങളിൽ അവരെ ഇടപെടാൻ അദ്ദേഹം അനുവദിക്കാറില്ലായിരുന്നു. അവളെ ഞാൻ നോക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൈന കേൾക്കുമ്പോഴൊക്കെ സൈനയുടെ കണ്ണുകൾ നിറയും. ഇത്ര സ്നേഹം എനിക്ക് എന്തിനാണ് അല്ലാഹുവേ? ഇത്രയും സ്നേഹം തരുന്ന ഭർത്താവിനെ ഞാൻ സംശയിച്ചു എന്നുള്ളത് വളരെയധികം പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് അല്ലാ, അവൾ മനസ്സിൽ പറയും. പക്ഷേ അവളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരാൾക്കും കാണാൻ കഴിയാത്തൊരു ഭയം ഒളിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ആ സ്വപ്നത്തിൻ്റെ പൊരുൾ എന്തായിരിക്കും എന്നുള്ളത്. ഒരു രാത്രി അവൾ വീണ്ടും അതോർത്തു. അതെ, വിചിത്രമായ സ്വപ്നം. തറവാട് മുഴുവനും വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുന്നു. മംഗളവാദ്യങ്ങൾ മുഴങ്ങുന്നു. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. വരൻ മൂസഹാജി, വധു. വീട്ടിൽ പുതുതായി ജോലിക്ക് വന്ന നീലി. സൈന എത്ര വിളിച്ചിട്ടും ആരും കേൾക്കുന്നില്ല. മൂസഹാജി തിരിഞ്ഞു നോക്കാതെ നീലുവിൻ്റെ കൈ പിടിച്ച് നടക്കുന്നു. ഇക്ക, ഇക്ക, എന്നെ വിട്ടു പോകരുതേ. കരഞ്ഞുകൊണ്ട് അവൾ ഓടുന്നു. പക്ഷേ കാലുകൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോഴാണ് അവൾ ഞെട്ടി ഉണർന്നത്. നെറ്റി മുഴുവൻ വീർപ്പ്. പഠിച്ചോനെ, ആ സ്വപ്നം ഞാൻ വീണ്ടും കാണുകയാണല്ലോ. അല്ലാ, അവളുടെ ശ്വാസം വേഗത്തിലായി. അറ്റത്ത് കിടക്കുന്ന മൂസാജി ഉടനെ എഴുന്നേറ്റു. സൈന, എന്തു പറ്റി? നിനക്ക് ഇടയ്ക്കിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സ്വപ്നങ്ങളൊക്കെയാണല്ലോ. അവൾക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇക്ക, ഒരു സ്വപ്നം. മൂസഹാജി അവളുടെ നെറ്റിയിൽ കൈവച്ചു. പെണ്ണെ, നീ എന്തൊക്കെയാ സ്വപ്നം കാണുന്നത്? നീ ചൊല്ലി പറഞ്ഞ് കിടക്കാറില്ലേ? ഉണ്ടക്ക, എനിക്കെന്തെന്നറിയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു മൂസാക്ക. ഇക്ക, പെണ്ണ്, ഞാനിവിടെയുണ്ട്, അദ്ദേഹം ആശ്വസിപ്പിച്ചു. എന്നാൽ ആ സ്വപ്നം മാത്രം
കഴിഞ്ഞില്ല. അതവളുടെ മനസ്സിൽ ജീവിച്ചു തുടങ്ങി. എന്നാൽ മൂസഹാജി തോട്ടത്തിലേക്ക് പോകുമ്പോൾ നീലുവിനോട് ചോദിക്കും, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ പോലും സൈനയുടെ ഹൃദയം ഒന്ന് പിടയും. അദ്ദേഹം എല്ലാവരോടും കാണിക്കുന്ന കരുതൽ തന്നെയാണെന്ന് അറിയാമായിരുന്നു. എങ്കിലും മനസ്സ് സമ്മതിച്ചില്ല. ഓൾ ഇത്ര സുന്ദരിയായതുകൊണ്ടേ രാത്രികളിൽ സൈന ഉറങ്ങാതെ കിടക്കുന്നു. എൻ്റെ ഭർത്താവിനെ ഞാൻ സംശയിക്കുകയാണോ എന്ന ചോദ്യം അവളെ തന്നെ വേദനിപ്പിച്ചു. ഒരു വൈകുന്നേരം മൂസഹാജി മുറിയിലേക്ക് വന്നപ്പോൾ സൈന ജലനരികിൽ ഇരുന്ന് കരയുകയായിരുന്നു. സൈന, അവൾ തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹം അടുത്തിരുന്നു. എന്താണ് നിന്റെ മനസ്സിൽ ഇനി മറയ്ക്കാൻ? എന്താണ് നീ എന്നോടത് മറച്ചു വെക്കുന്നുണ്ടല്ലോ? അവൾക്കത് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ഭയങ്ങളും അവൾ തുറന്നു പറയണോ എന്ന് കരുതി. എന്നാൽ ഒരു നിമിഷം അവൾക്ക് എല്ലാം ഒന്ന് തുറന്നു പറയണം എന്ന് തോന്നി. ഇക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വീണ്ടും വീണ്ടും സ്വപ്നം കാണാണ്. എന്ത്? ഒരക്ഷരം പോലും മുടക്കാതെ മൂസഹാജി എല്ലാം കേട്ടിരുന്നു. അവളെല്ലാം തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുറിയിലൊരു നിശബ്ദത. പിന്നീട് അദ്ദേഹം പതുക്കെ അവളുടെ കൈ പിടിച്ചു. സൈന, നീ 7 മക്കളുടെ ഉമ്മയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ പാതിയാണ്. നീ ഇല്ലാത്ത ഒരു ജീവിതം ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഒരു സ്വപ്നം നമ്മുടെ ജീവിതത്തേക്കാൾ വലുതാകാൻ അനുവദിക്കരുത്. എൻ്റെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസമില്ലേ? ആ ചോദ്യം കേട്ടപ്പോൾ സൈന പൊട്ടിക്കരഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ടിക്ക, പക്ഷെ ആ സ്വപ്നം എന്നെ പേടിപ്പിച്ചു. മൂസഹാജി അവളുടെ കണ്ണുനീർ തുടച്ചു. അപ്പോൾ ആ പേടി ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കണം, മനസ്സിലായല്ലോ? സൈന, ഞാൻ നിന്നെ ഇത്രയധികം സ്നേഹിച്ചിട്ടും നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്നാൽ ഈ സമയം അതാ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇക്ക, സോറി, ഇനി ഒരിക്കലും ഞാൻ ആ ഒരു സ്വപ്നത്തിന് എൻ്റെ മനസ്സിൽ അനുവാദം കൊടുക്കില്ല. നീ എന്താ ഇങ്ങനെ? ഞാൻ ഒരിക്കൽ പോലും നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, വേദനിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടു തരുന്നില്ലേ, പിന്നെ എന്താ നീ ഇങ്ങനെ? ശരിക്കും ആ ഭർത്താവിൻ്റെ വേദന അവൾ തിരിച്ചറിഞ്ഞു. ഇക്ക, എന്നോട് ക്ഷമിക്കണം. അങ്ങനെയതാ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് മാപ്പ് അപേക്ഷിച്ചു. നീ 8 മാസം ഗർഭിണിയാണ്. ഈ സമയത്ത് നീ വിഷമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനത് ബാധിക്കും. അതെ, ഗർഭകാലത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടെ കഴിയണം, നിനക്കറിയില്ലേ? എന്താ ഇപ്പം ചെയ്യുക? വല്ലാത്തൊരു അവസ്ഥ. സാരല്ല. എന്നാൽ അന്ന് അതാ പുലർച്ചെ ബാങ്കിൻ്റെ മധുരമുള്ള ശബ്ദം ഗ്രാമമാകെ ഒഴുകി പരന്നപ്പോൾ മഞ്ഞുതുള്ളികൾ ഇപ്പോഴും നെൽക്കതിരുകളിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു. കാറ്റ് തെങ്ങിൻ തോപ്പിലൂടെ പതുക്കെ വീശി. പക്ഷികളുടെ കളാരവം പുതിയൊരു ദിവസത്തെ വരവേറ്റു. ആ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിന്നിരുന്ന മൂസഹാജിയുടെ ആ വലിയ തറവാട്. വിശാലമായ മുറ്റം, ചുവന്ന ഓടിട്ട മേൽക്കൂര, ചുറ്റും പൂന്തോട്ടങ്ങൾ, അല്പം മാറി കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങൾ, തെങ്ങുകളും കവുങ്ങുകളും നിറഞ്ഞ തോപ്പുകൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തൊഴിലാളികളുടെ തിരക്കൊഴിഞ്ഞ വലിയൊരു കുടുംബം പോലെയായിരുന്നു ആ തറവാട്. പക്ഷേ ആ വീടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നിലങ്ങളോ കെട്ടിടങ്ങളോ അല്ലായിരുന്നു. അതവിടെയുള്ള മനുഷ്യരുടെ സ്നേഹമായിരുന്നു. മുറ്റത്തിൻ്റെ ഒരു വശത്ത് മരക്കസേരയിൽ ഇരിക്കുകയായിരുന്നു മൂസഹാജി. കയ്യിൽ ഒരു ചായക്കപ്പ്. കണ്ണുകൾ ഇടയ്ക്കിടെ വീട്ടുവാതിലിലേക്ക് നീളുന്നു. എന്നാൽ സൈന ഇറങ്ങി വന്നിട്ടുണ്ട്. സൈന, നീ എന്താ ഈ 8 മാസമായിട്ടും ഇങ്ങോട്ട്? എന്നാൽ ഇക്ക, അതൊക്കെ നല്ലതല്ലേ ഇനി നടക്കുന്നതൊക്കെ? സൈന ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, ഇന്ന് എന്തിത്ര നേരത്തെ വാതിലിലേക്ക് നോക്കി നിൽക്കുന്നത്? മൂസഹാജിയുടെ മുഖത്ത് കുഞ്ഞുങ്ങളുടേതുപോലെ സന്തോഷം വിരിഞ്ഞു. എൻ്റെ പെണ്ണെ, ഇന്ന് നമ്മൾ അബ്ദു വരുമല്ലോ. ഓൻ എനിക്കൊരു കമ്പി അടിച്ചിരുന്നു. ആ ഒരു വാക്ക് കേട്ട് സൈനയുടെ മുഖം സന്തോഷം കൊണ്ടും പ്രകാശിച്ചു. അതെ, എത്ര മാസമായി ഓനെ കണ്ടിട്ട്? അവൾ പതുക്കെ വയറ്റിൽ കൈവച്ചു. 8 മാസം ഗർഭിണിയായിരുന്ന സൈന അവളുടെ നടപ്പ് സൂക്ഷിച്ചായിരുന്നു. പക്ഷേ മുഖത്തെ ക്ഷീണത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു. 7 ആൺമക്കളിൽ മൂത്തവനായ അബ്ദു ദർസിൽ പഠിക്കുകയാണ്. അവധിക്കായി വീട്ടിലേക്ക് വരുന്ന ദിവസമായിരുന്നു അത്. എന്നാൽ അവരുടെ കൊച്ചുമകൻ, ഇക്ക എപ്പോഴാ വരിക? ഇന്ന് മധുരം കൊണ്ടുവരുമോ ഇക്ക? ദർസിലെ കഥകൾ പറഞ്ഞു തരുമോ? ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങൾ. അതെ, മക്കളൊക്കെ കാത്തിരിക്കുകയാണ് ഇക്കാക്കയെ. സൈന അവരെ നോക്കി ചിരിച്ചു. ഇത്രയും തിരക്ക് കൂട്ടണ്ട, വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമയം തരില്ലേ? എന്തായാലും 5-6 അനിയന്മാരുണ്ടല്ലോ എൻ്റെ കുട്ടിക്ക് കാത്തിരിക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഗേറ്റിനരികിൽ നിന്ന് കാവൽക്കാരൻ്റെ ഒരു ശബ്ദം ഉയർന്നു. ആജേരേ,
ആജേരെ, അബ്ദുമോൻ വന്നിട്ടുണ്ട്. ഒരു വാക്ക് കേട്ടതും മുറ്റമാകെ ജീവൻ വെച്ചതുപോലെ തോന്നി. ചെറുമക്കൾ ഓടി. ജോലിക്കാർ തല ഉയർത്തി നോക്കി. വയലിൽ നിന്നിരുന്ന തൊഴിലാളികൾ പോലും കയ്യിലെ പണി നിർത്തി ഗേറ്റിലേക്ക് കണ്ണോടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ മണ്ണുവഴിയിലൂടെ ഒരു യുവാവ് പതുക്കെ നടന്നു വരുന്നു. തലയിൽ വൃത്തിയായി ധരിച്ച വെളുത്ത തൊപ്പി, വൃത്തിയായി അണിഞ്ഞ വെളുത്ത വസ്ത്രം, തോളിൽ ഒരു ചെറിയ ബാഗ്, കയ്യിൽ പുസ്തകങ്ങൾ. മുഖത്ത് യാത്രയുടെ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ തെളിഞ്ഞു നിന്നത് ശാന്തമായ ഒരു പുഞ്ചിരിയായിരുന്നു. വാതിൽക്കൽ എത്തിയത് മാത്രം അവൻ ആദ്യം തല താഴ്ത്തി പറഞ്ഞു, അസ്സലാമു അലൈക്കും. മൂസ ഹാജി എഴുന്നേറ്റ് നടന്നു വന്നു. വഅലൈക്കും അസ്സലാം മോനെ. ഒരു നിമിഷം അദ്ദേഹം മകൻ്റെ തോളിൽ കൈവച്ചു. അത് വാക്കുകളില്ലാത്ത ഒരു സ്നേഹമായിരുന്നു. സൈന പതുക്കെ നടന്നടുത്തെത്തി. അബ്ദു മോനെ. മാസങ്ങൾക്ക് ശേഷം ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അബ്ദു ആദ്യം അവളുടെ കൈകളിൽ ചുംബിച്ചു. ഉമ്മ സുഖാണോ? സൈനയുടെ കണ്ണുകൾ നിറഞ്ഞു. അൽഹംദുലില്ലാ, നിന്നെ കണ്ടപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. അബ്ദു പതുക്കെ അവരുടെ വയറിലേക്ക് നോക്കി. ഉമ്മ, കുഞ്ഞു സുഖാണല്ലേ? അൽഹംദുലില്ലാ, നിന്റെ കുഞ്ഞനിയത്തിക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ് മോനെ. അബ്ദു പുഞ്ചിരിച്ചു. അള്ളാഹു നല്ലത് നൽകട്ടെ. അവൻ ഉമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടത്തി. അതെ, ഉമ്മയുടെ കൈ പിടിക്കുന്നു അവൻ. അത് കണ്ടിരുന്ന ജോലിക്കാരിൽ പ്രായമായ അബൂബക്കർ പതുക്കെ പറഞ്ഞു, ആചാര്യയുടെ സമ്പത്ത് നിലങ്ങളിലല്ല, ഈ മക്കളാണ്. മറ്റൊരാൾ സമ്മതിച്ചു, അതന്നെ, ആചാര്യർക്ക് ഇത്ര ഹയറായ സോലിഹായ മക്കൾ ഉണ്ടാണെന്നല്ലേ ഏറ്റവും വലിയ ഗുണം. ദർസിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഒരു അഹങ്കാരവുമില്ല. അതിനിടയിൽ അതാ നമ്മുടെ നീലുവും അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി. അവൾ ആദ്യമായിട്ടാണ് അബ്ദുവിനെ കാണുന്നത്. അവൻ അകത്തേക്ക് പോകും മുമ്പ് വഴിയിൽ കണ്ട പ്രായമായ ഒരു തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് ഭാരമുള്ള ചാക്ക് വാങ്ങി. ഇത് ഞാൻ എടുത്തോളാം. മോനെ, അത് വേണ്ട. മോനിപ്പോൾ പഠിക്കുന്ന സ്ഥലത്തുനിന്ന് വരികയല്ലേ, അതിനെന്താ? നിങ്ങൾ ഇത്രയും വർഷമായി നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്നവരല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചാക്കെടുത്തു. ആ കാഴ്ച കണ്ട് നീലു മനസ്സിൽ പറഞ്ഞു, ഇത്ര വലിയ വീട്ടിലെ മകനാണെന്ന് പറയാൻ തോന്നൂല. എത്ര വിനയമാണോ എനിക്ക്. അകത്ത് കയറിയ ഉടൻ അബ്ദു ആദ്യം ഉപ്പയോടൊപ്പം ഇരുന്നില്ല. അടുക്കളയിലേക്ക് നടന്നു. അവിടെ വർഷങ്ങളായി പണിയെടുക്കുന്ന പ്രായമുള്ള ആമിനത്താത്ത, മൈമൂനത്താത്ത അവരൊക്കെ നിന്നിരുന്നു. ആമിനത്താത്ത സുഖാണോ? അതെ, അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നെ ഓർമ്മയുണ്ടോ മോനെ? എന്താ പറയുന്നത്? ചെറുപ്പം മുതലേ എനിക്ക് നിങ്ങൾ പത്തിരി ചുട്ടു തന്നത് നിങ്ങളല്ലേ? ആമിനുമ്മ ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ കൈവച്ചു. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ കുട്ടിയെ. ഇന്ന് ഉച്ചയോടെ തറവാട് മുഴുവൻ വീണ്ടും സന്തോഷത്തിലേക്ക് മടങ്ങി. ചെറുമക്കൾ അബ്ദുവിനെ ചുറ്റിപ്പറ്റിയിരുന്നു ദർസിലെ കഥകൾ കേൾക്കാൻ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഓരോ അനുഭവങ്ങളും പറഞ്ഞു കൊടുത്തു. അവരുടെ ചിരി വീടിൻ്റെ ഓരോ കോണിലും നിറഞ്ഞു. മൂസ ഹാജി അകലെ നിന്ന് മകനെ നോക്കി. സൈന അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. എന്തേക്ക, എന്തിങ്ങനെ നോക്കുന്നത്? മൂസ ഹാജി പതുക്കെ പറഞ്ഞു. സൈന, അള്ളാഹു എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു മകനെ തന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. സൈനയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവൾ മനസ്സിൽ പ്രാർത്ഥന മാത്രം. അതെ റബ്ബേ, എൻ്റെ മക്കളുടെ നല്ല സ്വഭാവം എന്നും കാത്തു സൂക്ഷിക്കണമേ. എന്തൊരു പെരുമാറ്റമാണ് എൻ്റെ കുട്ടിക്ക്. പണിക്കാരോടായാലും എല്ലാവരോടും എന്തൊരു പെരുമാറ്റം. അല്ലാഹ്, കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും ഒരിക്കലും നഷ്ടമാകരുതേ. അന്ന് വൈകുന്നേരം അതാ നീലി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അവർ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. സൈന പറഞ്ഞു, ബാക്കി ഭക്ഷണം കൊണ്ടേക്കിട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് കുറേ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് എൻ്റെ ഒരു മോളല്ലേ ഉള്ളൂ ഇവിടെ, ഓൾക്കുള്ള ഭക്ഷണം കുറച്ച് മതി. അങ്ങനെ അതാ വാഴയില വാട്ടി അതിൽ ഭക്ഷണവും എല്ലാം വെച്ച് അവർ പതിവ് പോലെ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചു. അങ്ങനെ നീല് പോയി. എന്നാൽ അന്ന് കുറച്ച് വൈകുന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ലാ, വല്ലാത്തൊരു പുതുമ. എന്തേ അല്ലേ, നീലി കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണമെന്ന്, ഭക്ഷണം കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയിക്കണ്. എന്താ ഇനിയിപ്പോൾ കാട്ടുക? ഇനിയിപ്പോൾ പട്ടിണി നീക്കാരാ കുട്ടി ഇന്ന്. ഓൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ട് വേണ്ട. വല്ലാത്തൊരു പുതുമ. എങ്ങനെയപ്പോൾ ആ പെണ്ണത് മറന്നത് നവം. കുറച്ച് ഉമ്മണി നടക്കാനും ഉണ്ട് ആ പാടത്ത് കൂടെ. അത് പെരും മഴയും പെയ്യുക. എന്താ ഇപ്പം ചെയ്യുക? അല്ലാ, വല്ലാത്ത പുതുമായി പോയില്ലേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സൈനക്കും അത് വല്ലാത്തൊരു വിഷമമായി. എന്നാൽ അത് കേട്ടുകൊണ്ട് അബ്ദു അങ്ങോട്ട് വന്നു. ഉമ്മ, എന്ത് പ്രശ്നം? അല്ല മോനെ, ഇത് ഇവിടെ ചേച്ചി ഉണ്ടല്ലോ, ഇവിടെ നീലി പറഞ്ഞ ചേച്ചി ഇവിടെ പണിയെടുത്തിരുന്നല്ലോ,
ആ ചേച്ചി ഈ ഭക്ഷണപ്പൊതി കൊണ്ടകം മറന്നു. അവർക്കൊരു മോളുണ്ട്, ആ മോൾക്കാണ് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്താ ചെയ്യാൻ മറന്നു, ഇനിയിപ്പോൾ ആ കുട്ടി ഇന്ന് പട്ടിണിയായിരിക്കും. അതെ, ഇനിയിപ്പോൾ അവിടെ വെക്കാൻ ഒരു അരിമണി പോലും വേണമെങ്കിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ വെച്ചായി കിട്ടിയ മഴത്ത് എന്താ അറിയില്ല. ഏതായാലും വല്ലാത്തൊരു കഷ്ടം. അതിനെന്തുമ്മ, എവിടെ വീട്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അബ്ദുവിൻ്റെ വാക്കുകൾ കേട്ട് ശരിക്കും തന്നെ സൈന ഒന്ന് ഞെട്ടി. മോനെ, നിനക്കറിയോ അതിന് വഴി? അമ്മ ചോദിച്ചാൽ മനസ്സിലാവൂലേ, അതിനിപ്പോൾ എന്താ മോനെ. എന്നാൽ അതെ, ആ വലിയ തറവാട്ടിലെ മൂത്ത മകന് അത്രക്കും കാര്യങ്ങൾ ചെയ്യുമെന്ന് ഒരിക്കലും ആരും വിചാരിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഒരു കുറച്ച് നായരി വെച്ചോളൂ. അല്ലേ, എല്ലാം ഇതിലുണ്ടേ, നല്ല ചോറും കൂട്ടാനും കറികളും പായസം അടക്കം ഉള്ളെടുത്ത് വെച്ചേക്കണം, ഒക്കെ ഇട്ടിട്ട് പോയി. എന്താ ചെയ്യുക, ഇന്ന് സദ്യ ഉണ്ടാക്കണം മോന് വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ അത് വെച്ചതായിരുന്നു. ഓളന്നെയായിരുന്നു അതൊക്കെ വെച്ചിരുന്നത്. എന്താ ചെയ്യുക, വല്ലാത്തൊരു പുതുമുണ്ട്. ശരിക്കും അത് കേട്ടപ്പോൾ അബ്ദു പറഞ്ഞു, ഇങ്ങോട്ട് തരി ആമിനുമ്മ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എവിടെ ഒരു വീടെന്ന് പറഞ്ഞാൽ മതി. മോനെ ശ്രദ്ധിച്ച് പോണം കേട്ടോ. എന്നാൽ സൈന അത് പറഞ്ഞു. അങ്ങനെ അതാ അബ്ദു ആ മഴയത്ത് തന്നെ വലിയൊരു കുടയുമായി ഇറങ്ങുന്നു. അവർക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ഭക്ഷണപ്പൊതിയും എടുത്തുകൊണ്ട് നീലിയുടെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അബ്ദുവിൻ്റെ ജീവിതം, അതെ, നമ്മുടെ സൈനയുടെയും മൂസഹാജിയുടെയും മൂത്ത മകനായ അബ്ദു, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന അബ്ദു, എത്ര പണക്കാരനാണെങ്കിലും എളിമയോടുകൂടെ ജീവിക്കുന്ന അബ്ദു. ഇനി എന്തായിത്തീരും? ഇപ്പോൾ അവർ ആ വീട്ടിലേക്ക് ഭക്ഷണവുമായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.